നമസ്കാരം. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന യാത്രാ പരമ്പരയുടെ ഭാഗമായി ഇന്ന് ഞങ്ങൾ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. തിരുവനന്തപുരത്തുകാരുടെ ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി എന്ന് പറയുന്നത്. ഏറ്റവും ചൂടുള്ള സമയത്തും നമുക്ക് 1 മണിക്കൂർ കൊണ്ട് പൊന്മുടിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് തണുപ്പ് ആസ്വദിക്കാൻ പറ്റും. ഇവിടുത്തെ എൻട്രി എന്ന് പറയുന്നത് രാവിലെ 8 മുതൽ വൈകുന്നേരം 4 മണി വരെയാണ്. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. പൊന്മുടിയിലെ വിശേഷങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. ഇത് പൊന്മുടിയിലേക്ക് പോകുന്ന വഴി കല്ലാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഉരുളൻ പാറകളാണ്. ഇതെല്ലാം വെള്ളത്തിൻ്റെ ഫോഴ്സിൽ മലകളിൽ നിന്ന് വരുന്നതാണ് അല്ലേ. മലകളിൽ നിന്ന് വന്നിട്ട് ഇത്രയും വലിയ കല്ലുകൾ അടിഞ്ഞു കിടക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് കല്ലാർ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ വെള്ളം നോക്കിക്കഴിഞ്ഞാൽ വളരെ ശുദ്ധമാണ്. അപ്പോൾ ഈ കല്ലാറിൻ്റെ ഇവിടെ എന്ന് പറയുന്നത് ഇപ്പോൾ നദിയുടെ മധ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ മലവെള്ളമൊക്കെ ഇറങ്ങി വരുമ്പോൾ ഇതെല്ലാം നിറഞ്ഞ് കവിഞ്ഞാണ് ഒഴുകുന്നത്. എപ്പോഴാണ് മലവെള്ളം ഇറങ്ങി വരുന്നതെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് അറിയാമെന്നാണ് പറയുന്നത്. ഇപ്പം നല്ല വെള്ളം തെളിഞ്ഞല്ലേ കിടക്കുന്നത്. ഇതിനൊരു കലക്ക് വെള്ളം പോലെ തോന്നുമ്പോൾ ഓടിക്കളയണമെന്നാണ് പറയുന്നത്. അതിനുള്ള സമയം കിട്ടും എന്നാണ് പറയുന്നത്. അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി കുളിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ആഴം നമുക്ക് അളക്കാൻ പറ്റില്ല. അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടല്ലോ, അങ്ങനെയാണ് ഈ അഡ്വഞ്ചറസ് ആയിട്ട് കുട്ടികൾ വന്ന് എടുത്ത് ചാടിയിട്ടാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. വളരെ സൂക്ഷിച്ചാണെങ്കിൽ ഇതെല്ലാം ഒരു ചെറിയൊരു അഡ്വഞ്ചറാണ്. ഇത് നദിയുടെ മധ്യത്തുനിന്ന് ഈ കല്ലുകൾ കിടപ്പുണ്ട്. നടന്ന് നമുക്ക് അപ്പുറത്തെ വശത്തേക്ക് പോകാം. കല്ലാറിലെ വെള്ളമാണ്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഏറ്റവും താഴെ കിടക്കുന്ന കല്ല് വരെ നമുക്ക് സുഖമായിട്ട് കാണാം. അത്രയും ക്ലീൻ വാട്ടർ. നമ്മൾ പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയിൽ നല്ല നാടൻ പഴവും മരച്ചീനിയും ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. എല്ലാം ഇവിടെ പിടിക്കുന്നതാണല്ലോ. നാടൻ പഴവും ഉണ്ട്. കുറച്ച് പഴം മേടിച്ചു കഴിഞ്ഞാൽ എമർജൻസിക്ക് നമുക്ക് കഴിക്കാൻ പറ്റും. ഇതിൽ ഹലോ, ഇത് നാടൻ പഴം, പഴുത്ത് നാടൻ പഴമാണ്. ഇത് എന്ത് പാളയംതോടൻ നമുക്കൊരു 1/2 കിലോ, ഞങ്ങൾ 3-4 പേരുണ്ട്, ഓരോന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. വെട്ടിത്തരുമോ? ഇതാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ്. ഇതാണ്. നമ്മൾ അവിടെ നിന്നൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ ടേസ്റ്റ് കിട്ടത്തില്ല. അതിവിടെയൊക്കെ പിടിച്ച് വരുന്ന പഴം. പൊന്മുടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഹെയർ പിൻ വളവുകൾ 22 ഹെയർ പിൻ വളവുകളുണ്ട് മുകളിലോട്ട് പോകുമ്പോഴേ. അപ്പോൾ അതിനിടയ്ക്കുള്ള എല്ലാം തിക്ക് ഫോറസ്റ്റുകളാണ്.
അതുകൊണ്ട് തന്നെ ഈ ഫോറസ്റ്റുകാർ ഇവിടെ വരുമ്പോൾ എല്ലാവരെയും രജിസ്റ്റർ ചെയ്യും, ആരൊക്കെ മുകളിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ള അവരുടെ ഫുൾ റെക്കോർഡ്, ടെലിഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള എല്ലാം എഴുതി വെച്ചിട്ടാണ് ഒരു മുകളിലേക്ക് വിടുന്നുണ്ട്. ഞങ്ങളും ഇവിടെ വന്നിട്ട് പേരുമൊക്കെ പറഞ്ഞ് ടെലിഫോൺ നമ്പറും ഒക്കെ എഴുതി കൊടുത്ത് എല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇവിടെ നമ്മൾ 8 മണി മുതൽ 4 മണി വരെയാണ് ഇവിടെ ഇതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഇതിന് ഇവിടെ വരുമ്പോൾ ഒരാളിന് 40 രൂപയാണ് മുകളിലോട്ട് പോകാനുള്ളത്. കാറിന് 40 രൂപ, മോട്ടോർ ബൈക്കിനാണെങ്കിൽ 20 രൂപ. നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ ഫോറിനേഴ്സ് വല്ലതും വരെയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ചാർജുണ്ട്. അവർക്ക് 300 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാനം എന്ന് പറയുന്നത് നേച്ചർ തന്നെയാണ്. നമ്മൾ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ നേച്ചർ ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇവിടെ വരേണ്ടത്. പക്ഷേ ഇപ്പോൾ നല്ല സ്ട്രിക്റ്റായിട്ട് അവരെല്ലാം ചെക്ക് ചെയ്തിട്ടൊക്കെ വിടുന്നുണ്ട്. മുമ്പൊക്കെ കുറച്ച് ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആൾക്കാർ വരുന്നു, വെള്ളം ഡ്രിങ്ക്സ് കഴിക്കുന്നു. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടേ മുകളിലോട്ട് വിടത്തുള്ളൂ. അത്രയും സേഫായിട്ട് നമുക്ക് ഒരു നല്ല കൂളായിട്ടുള്ള ഒരു ഹോളിഡേ ആസ്വദിക്കണമെങ്കിൽ പൊന്മുടിയിൽ വരാം. ട്രിവാൻഡ്രത്ത് നിന്ന് വളരെ അടുത്താണ്. നമുക്കൊരു 1-1.5 മണിക്കൂർ കൊണ്ട് നമുക്കിവിടെ എത്താൻ പറ്റും. ദ ഹോൾ ഡേ സ്പെൻഡ് ചെയ്തിട്ട് 5 മണിക്ക് അവർ ക്ലോസ് ചെയ്യും. 4 മണിക്കാണ് ലാസ്റ്റ് എൻട്രി വെച്ചിരിക്കുന്നത്. ഇത് നോക്കി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം ഇവിടെ സുഖമായിട്ട് വന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ, നേച്ചർ ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പൊന്മുടി. നമ്മൾ ആ പൊന്മുടിയുടെ എൻട്രി പോയിൻ്റ് ഉണ്ടല്ലോ, നമ്മളവിടെ ഒന്ന് പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് ടിക്കറ്റൊക്കെ എടുക്കുന്ന ആ സ്ഥലത്ത് തന്നെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി വന്നാൽ നമുക്ക് കല്ലാറിൽ എത്താൻ പറ്റും. സാധാരണ നമ്മൾ ഈ കല്ലാറിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത് ആൾക്കാർ വരുന്നു, കുളിക്കുന്നു, അപകടം ഉണ്ടാകുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ. അത് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങി ആരുമില്ലാത്ത സ്ഥലത്തൊക്കെ ഇറങ്ങുന്നതുകൊണ്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ടിക്കറ്റ് എടുക്കുന്ന ഇതിലെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കല്ലാറിൽ കുളിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നമുക്ക് കുളിക്കാൻ പറ്റും. അപ്പോൾ ഇവരുടെ ആരെങ്കിലും ഒരു മേൽനോട്ടവും ഉണ്ടാവും. അതിന് പറ്റിയ ഒരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ മോണിറ്റർ ചെയ്യുകയും ആൾക്കാരെ അവെയറാക്കുകയും ചെയ്യും. അപ്പോൾ കല്ലാറിൽ കുളിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ നമുക്ക് ഇവിടെ പൊന്മുടിയിലേക്ക് വരുമ്പോൾ പൊന്മുടിയുടെ എൻട്രിയിൽ പോയിന്റിൽ തന്നെ കുളിക്കാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. നല്ല തണുത്ത വെള്ളം, നല്ല ക്ലീനായിട്ടുള്ള വെള്ളം. കല്ലാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമ്മൾ കുടിക്കാൻ തോന്നുന്ന രീതിയിലുള്ള വെള്ളമാണ്. അത് മാത്രമല്ല, ഇത്രയും അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഡെപ്തായിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ വെള്ളമൊക്കെ കണ്ടപ്പോൾ നമുക്കും കുളിക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ കുളിച്ചാൽ ഇന്നത്തെ ജോലി നടക്കത്തില്ല. കല്ലാറി കുളിക്കാൻ പലർക്കും പേടിയുണ്ടായിരുന്നല്ലോ. ഇവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് എപ്പോഴും കുളിക്കാൻ വരുന്ന സമയത്തെല്ലാം ഇവിടെ മോണിറ്റർ ചെയ്യാൻ ഒരു ആളുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ സൂക്ഷിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ പൊന്മുടിയിലേക്ക് വരുമ്പോൾ എൻട്രി സ്ഥലത്താണ്, നമ്മൾ പേരുമൊക്കെ എഴുതുന്ന സ്ഥലമില്ലേ, അവിടെ നമുക്ക് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിനുള്ള സംവിധാനം എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പൊന്മുടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. 22 ഹെയർ പിന്നുകളാണ്, വളവുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് മാത്രമല്ല, ഈ വഴിയിലൊക്കെ നമ്മൾ ചില ബോർഡുകളൊക്കെ കാണുന്നുണ്ട്, അപകട മേഖല എന്നൊക്കെ എഴുതി കാണിക്കുന്നു. നമ്മൾ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്ത് പോകണമെന്നുള്ളതേ ഉള്ളൂ. ഈ 22 ഹെയർ പിൻ വളവുകളും വളഞ്ഞ് പോകേണ്ടി വരും. പക്ഷേ നമ്മൾ ഈ പോകുന്ന വഴി തന്നെ ഇതുപോലെയുള്ള വെള്ളച്ചാട്ടങ്ങളും അതിമനോഹരമായ കാഴ്ചകളും കാണാൻ പറ്റും. പൊന്മുടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും മനോഹരമായി തോന്നുന്നത് ഈ യാത്ര കൂടിയാണ്. ഈ 22 ഹെയർ പിൻ വളവുകളും മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് നല്ല തിക്ക് ഫോറസ്റ്റ് വരും. അത് കഴിയുമ്പോൾ കുറച്ച് ഇതുപോലെയുള്ള വെളിച്ചമുള്ള ഏരിയാസ് വരും. ഇതെല്ലാം കൂടെ ആസ്വദിക്കുന്നതാണ് പൊന്മുടിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത്. നമുക്ക് ഏത് ഫോറസ്റ്റിൽ പോയി കിട്ടുന്ന ഒരു സന്തോഷമായ വ്യൂസും നമുക്ക് പൊന്മുടിയിലേക്ക് വരുമ്പോൾ കിട്ടുമെന്നുള്ളതാണ്. കാരണം ഇത്രയും ഹെയർ പിൻ വളവുകളുണ്ടല്ലോ. അപ്പോൾ ഓരോ സമയവും നേച്ചർ മാറുന്നതായിട്ട് നമുക്ക് തോന്നും. ഇവിടെ വന്നപ്പോൾ നല്ല വ്യൂ ആണ്. താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഇവിടെ ഇറങ്ങി നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നിന്ന് ആനയൊന്നും പെട്ടെന്ന് ഓടി കയറുമെന്ന് തോന്നുന്നില്ല. പിന്നെ മറ്റ് വന്യമൃഗങ്ങളുടെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവിടെ നിന്ന് ആനക്കൂട്ടങ്ങളൊന്നും ഏതായാലും ഇങ്ങോട്ട് പെട്ടെന്നൊന്നും ഇറങ്ങി വരുമെന്ന് തോന്നുന്നില്ല. എപ്പോഴും എന്തൊക്കെയോ പോകുന്നുണ്ട്. ഒരു വഴി കാണാം, ഡെഫിനറ്റായിട്ട് ഇതിലേ ഒരു വഴി പോകുന്നുണ്ട്. രാത്രിയാകുമ്പോൾ
ഇവർ പോകുന്ന വഴി വല്ലതും ആയിരിക്കും. ഏതായിരുന്നാലും പൊന്മുടിയിലേക്കുള്ള യാത്ര ആദ്യം ആസ്വദിക്കുക, അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ 12ാമത്തെ ഹെയർ പിൻ വളവ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിവിടെ തേയിലത്തോട്ടങ്ങൾ കണ്ടു തുടങ്ങും. അത് മാത്രമല്ല, നമ്മളിവിടെ തിരിയുന്ന അവിടെ തന്നെയാണ് ഒരു അമ്പലവുമുണ്ട്, ശ്രീ കറുപ്പസ്വാമി ക്ഷേത്രം. ഇവിടെ പരമ്പരാഗതമായിട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ക്ഷേത്രമാണിത്. നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും ഈ മരത്തിൻ്റെ ചുവട്ടിലായിട്ട് വിളക്ക് കത്തിക്കുന്ന സ്ഥലങ്ങളും. ഇതൊക്കെ പണ്ട് സിനിമയിൽ ഞാൻ വളരെ ഇൻട്രസ്റ്റോടുകൂടി കണ്ടൊരു സിനിമയാണ് പിക്നിക് എന്ന് പറയുന്നത്. പ്രേം നസീറിൻ്റെ ഒരു കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് എന്നൊക്കെ ഉള്ള പാട്ടുകളൊക്കെ ഉള്ള ആ ഒരു പ്രതീതിയാണ് നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഈ തേയിലത്തോട്ടം ഇവിടുത്തെ ഒരു പ്രധാന വരുമാന മാർഗമാണ്. മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇനി ചെറിയ ചെറിയ കടകൾ കാണാം. ചെറിയ ഹട്ടോട് കൂടിയിട്ടുള്ള ചെറിയ സ്നാക്സും വെള്ളവും ഓറഞ്ചും ആപ്പിളും പഴവും ഒക്കെ വിൽക്കുന്ന കടകളും നമുക്ക് ധാരാളം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ കഴിയും. പൊന്മുടിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളങ്ങ് എല്ലാം കിട്ടും. കാരണം ഇവിടെ ചെറിയ ഒരു കടയുണ്ട്, ഇവിടെ പൈനാപ്പിളൊക്കെ വിൽക്കുന്ന ആൾക്കാരുണ്ട്, ഇങ്ങനത്തെ ഒരു വ്യൂ ഉണ്ട്, ബാക്കിൽ തേയില തോട്ടങ്ങളുണ്ട്. ഇതിനിടയ്ക്കൊക്കെ ഇരുന്നിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ ബെസ്റ്റ് സ്ഥലങ്ങളാണ്. കാരണം നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ മലകളും മലനിരകളും വലിയ ചൂടുമില്ല. വെയിലൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും വലിയ ചൂടൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊന്മുടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ യാത്രയാണ് ഒരു 50% നമുക്ക് ആസ്വദിക്കാനുള്ളത്. 16ാമത്തെ ഹെയർ പിൻ വളഞ്ഞ് വരുമ്പോൾ നമുക്കിവിടെ കുറേ കടകളെല്ലാം കാണാം. നമുക്ക് പൈനാപ്പിൾ വെട്ടിയതും മറ്റേ മാങ്ങ വെട്ടിയതും ഒക്കെ മേടിച്ച് കഴിക്കാൻ പറ്റും. ഏതായാലും ഞങ്ങളും രാവിലെ തൊട്ടേ കറങ്ങി അടിച്ചു വരുന്നതല്ലേ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ചായ കോഫി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ചായ ഇവിടെ നിന്ന് മേടിച്ച് കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ചായ ഉണ്ടോ? കഴിഞ്ഞോ? ഒരു ചായ. ഓക്കെ. ഞങ്ങൾ 16ാമത്തെ ബെൻഡ് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ചായ കുടിക്കാൻ പോയില്ലേ. അപ്പോൾ ചായ കുടിച്ചപ്പോൾ അവിടെ കാഷ്യർ ഒരു കാര്യം പറഞ്ഞു തന്നു. അദ്ദേഹം പറഞ്ഞ് ഈ റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വഴി കിടപ്പുണ്ട് ഇവിടെ തന്നെ. 16ാമത്തെ ബെൻഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ലേ ഒറ്റമരം എന്ന് പറയുന്നത്. അവിടെ വേറെ കാറുകളൊക്കെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വെഡ്ഡിങ്ങിൻ്റെയൊക്കെ ഷൂട്ടിങ്ങിന് വരുന്നതാണ്. പ്രീ വെഡ്ഡിങ് ഡേറ്റൊക്കെ പറയുന്ന ഷൂട്ടൊക്കെ ചെയ്യുന്ന സ്ഥലമാണെന്ന്. ഇത് അധികം ആൾക്കാർക്ക് ആരും അറിയത്തില്ല. ഈ പൊന്മുടിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് അകത്ത് ഈ റോഡ് ഞങ്ങൾ ആദ്യം വിചാരിച്ചു, കയറി വന്നപ്പോൾ വളരെ മോശപ്പെട്ട റോഡാണ്, കാറിൻ്റെ അടിവശമൊക്കെ ഇടിക്കുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നുമില്ല.
മുമ്പ് ഇപ്പോൾ എപ്പോഴോ ടാർ ഇട്ടിട്ടുണ്ട്, കുറച്ച് റഫാണെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മൾ കാറ് അവിടം വരെ പോകാൻ പോകും. ആ ഒറ്റ മരത്തിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇപ്പം തന്നെ കാണാവുന്ന കണക്ക് ആരൊക്കെയോ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നമ്മളും ഒറ്റ മരത്തിൻ്റെ മുമ്പ് പോയിട്ട് തിരിച്ച് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഈ ഒറ്റമരത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് പാറയിലാണ് പിടിച്ചു നിൽക്കുന്നത്. തറയിൽ നിന്ന് വരുന്ന മരങ്ങളില്ല, ഇതെങ്ങനെയോ പാറയുടെ മുകളിൽ ഇതിൻ്റെ വിത്തൊക്കെ വീണിട്ട് എങ്ങനെയോ വളർന്ന് വലുതായി നിൽക്കുന്നതാണ്. നമ്മൾ 16ാമത്തെ ബെൻഡ് കഴിഞ്ഞ് വന്നിട്ട് റൈറ്റിലോട്ട് ചെറിയൊരു റോഡ് കിടപ്പുണ്ട്. അതിനകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടുത്ത് എത്താൻ പറ്റും. പക്ഷേ നമുക്ക് ഇവിടെ ഒരു നാച്ചുറലായിട്ട് ഒരു വ്യൂ പോയിൻ്റ് പോലെ പാറ തന്നെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു 360 വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ നാച്ചുറലായിട്ടുള്ള ഒരു പാറ തന്നെയാണ്. ആരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊന്നുമല്ല. വളരെ സേഫായിട്ട് ഇവിടെ റോഡുണ്ട്, ഇതിൻ്റെ ചെറിയ റോഡ് ഈ സൈഡിൽ കൂടെയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നല്ല വ്യൂ ആണ്. ഫോട്ടോഷൂട്ടിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ്. പൊന്മുടിയുടെ ആദ്യത്തെ ചെക്ക് പോയിൻ്റ് കഴിഞ്ഞാണല്ലോ നമ്മൾ മുകളിലോട്ട് വന്നത്. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമതും ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട് നമ്മൾ പൊന്മുടി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട്. അതും കഴിഞ്ഞാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളിവിടെ കാറ് സൈഡിലോട്ട് നിർത്തിയിട്ട് അകത്തോട്ട് വന്നിരിക്കുന്നത് അതിമനോഹരമായ വ്യൂസാണ്. നമ്മൾ ഓരോ ബെൻഡ് കഴിയുമ്പോഴും കാണുന്നുണ്ട്. അതും കൂടെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ 6 മണിക്ക് ലാസ്റ്റ് ആൾക്കാരെ ഇറക്കുന്നു, അതുകൊണ്ട് എല്ലാവരും പോകുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതല്ല. 6 മണിക്ക് നമ്മൾ പോകുന്ന ആ പോയിന്റിൽ നിന്ന് പുറത്തിറങ്ങണമെന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്നവർക്കൊന്നും ഒരു റെസ്ട്രിക്ഷനൊന്നുമില്ല. 6 മണി കഴിഞ്ഞും ഇവിടെ നിൽക്കാം, ഓവർനൈറ്റ് സ്റ്റേ ചെയ്യാം. ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വന്നു പോവുകയും ചെയ്യാം. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തും. ഇപ്പോൾ ഡേഞ്ചർ സോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. കാരണം ഇത് ചെന്ന് എൻഡ് ചെയ്യുന്നത് വലിയൊരു കൊക്കയാണ്. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളൊക്കെ നമുക്ക് പകൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഈ വെയിലുണ്ടെങ്കിലും ഇവിടെ നമുക്കങ്ങനെ വിയർക്കുന്നതൊന്നുമില്ല. നല്ലൊരു ജെൻറ്റിൽ ബ്രീസ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു, കൂളായിട്ടുള്ളൊരു ബ്രീസ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ 22 ഹെയർ പിൻ ബെൻഡുകളും കടന്ന് ഞങ്ങൾ പൊന്മുടിയിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഇത്രയും സമയം എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പൊന്മുടിയിലെത്താം. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇറങ്ങി ഈ പ്രകൃതിയുടെ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലമെല്ലാം ആസ്വദിച്ചുകൊണ്ടാണ് ഞങ്ങൾ പൊന്മുടിയിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് റെസ്റ്റോറൻറ്റുകളുണ്ട്, ബാക്കി നേച്ചർ കാണാനുള്ളതുണ്ട്. മാത്രമല്ല ഇവിടുന്ന് ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ടൈമിംഗ് ഒക്കെ നോക്കി പറയാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രക്കിങ്ങിന് പോകാൻ പറ്റും. രാവിലെ പോയാൽ വൈകിട്ട് വരും. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ശരിക്കും പൊന്മുടിയുടെ വ്യൂ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇന്ന് ഓർഡർ ചെയ്തത് ബ്രെഡ് ഓംലേറ്റ്, പൂരി മസാല, വെറും ഓംലേറ്റ്, ഡബിൾ ഓംലേറ്റും കൂടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 പേരുണ്ട്, അതുകൊണ്ടാണ്, ഞാൻ മാത്രം കഴിക്കാനല്ലേ, മനസ്സിലായി. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞു ഊണ് അവർ ഡെയിലി അങ്ങനെ ചെയ്യാറില്ല. കാരണം ഊണ് അത്രയും വന്നു കഴിഞ്ഞാൽ അത്രയും ചിലവാകത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കിട്ടും. പൂരി മസാല ഇത് ഇങ്ങനെയെല്ലാം കിട്ടും. കോഫി, ടീ എല്ലാം കിട്ടും. തൊട്ടപ്പുറത്ത് നമുക്ക് 3Dയുടെ ഷോ ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് കണ്ടിട്ട് നമുക്ക് മുകളിലോട്ട് പോകാം. ചെറിയൊരു മഴക്കോൾ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഒന്ന് ഓടിച്ച് റെക്കോർഡ് ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവുമെന്ന് തോന്നുന്നു. ഏതായാലും ഞങ്ങൾ ഈ ആഹാരം കഴിച്ചിട്ട് അടുത്ത സ്ഥലം കാണിക്കാം. അപ്പോൾ ഇവിടെ 3D ഷോ ഉണ്ട്. അതൊരു 15 മിനിറ്റുള്ള ഷോ ആണ്. 50 രൂപയാണ് ഇതിൻ്റെ ചാർജ്. ഈ ഏരിയയിലുള്ള 3Dയിൽ കാണിക്കാൻ പറ്റുന്ന വിഷ്വൽസൊക്കെ ഇതിനകത്തിരുന്ന് സുന്ദരമായിട്ട് ആസ്വദിക്കാം എന്നുള്ളതാണ് ഈ 3Dയുടെ പ്രത്യേകത. ഓടമഞ്ഞ് പെയ്തിറങ്ങുന്ന മലമടക്കുകളും പൊന്മുടിക്ക് എല്ലാ കാലത്തും വേറിട്ട സൗന്ദര്യമാണ് ചാർത്തി നൽകുന്നത്.
നമുക്കെല്ലാം ഓരോ സൗന്ദര്യ സങ്കല്പങ്ങളുണ്ടല്ലോ. നമ്മൾ പ്രകൃതിയുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ പ്രകൃതിയെപ്പോലെ സൗന്ദര്യമുള്ള ഒന്നും ഈ ലോകത്തില്ലെന്നുള്ളതാണ്. നമ്മളിപ്പോൾ 12Dയിലൊക്കെ വന്നിട്ട് നമ്മൾ വിഷ്വലൊക്കെ കാണാറുണ്ടല്ലോ. 12Dയിൽ കഴിഞ്ഞാൽ അത് അത്രയും വിഷ്വൽ എഫക്റ്റ് ഉള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ അപ്പുറം 20Dയോ അതിൻ്റെ 40Dയോ വന്നാലും നമുക്ക് ഇവിടെ വന്ന് നിന്ന് ഇത് കാണുന്ന ഒരു എഫക്റ്റ് ഉണ്ടല്ലോ. ഇത് എത്ര ഡി ആണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ പ്രകൃതിയെ നമുക്ക് അത്രയും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി തന്നെയാണ് പൊന്മുടി. മാത്രവുമല്ല, പ്രകൃതി തന്നെയാണ് സുന്ദരി എന്ന് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ പൊന്മുടിയിൽ വരാൻ പറ്റിയ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് രാവിലെ തിരിച്ചു കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള വ്യൂസൊക്കെ കണ്ടതിന് ശേഷം നമുക്കിതൊരു ലാൻഡിങ് പ്ലേസ് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഒരു 3 മണിക്ക് എത്തുന്ന കണക്ക് വരണം. 3 മണിക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 6 മണി വരെ നിൽക്കാമല്ലോ. 3 മുതൽ 6 വരെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന കണക്ക് തന്നെ വരണം. അപ്പോൾ നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഈ പ്രകൃതിയുടെ ഒരു വ്യത്യസ്തമായ ലൈറ്റിംഗ് ഉണ്ടല്ലോ. നമുക്ക് ഇങ്ങനെ കറങ്ങി എടുത്തു കഴിഞ്ഞാൽ 4 മലകളാണ് കാണുന്നത്. ഈ ഒരു മലയുടെ മുകളിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഏരിയ മൊത്തം കാണാം. ഈവൻ ട്രിവാൻഡ്രം വരെ കാണാമെന്നാണ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് നമുക്ക് രാവിലെ തിരിച്ചാൽ തന്നെയും ഇടയ്ക്കിടയ്ക്കൊക്കെ നിർത്തി ഇതിൻ്റെ പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചതിന് ശേഷം ഒരു 2-3 മണിയാകുമ്പോൾ ഇവിടെ എത്തിയിട്ട് 6 മണി വരെ ഇരുന്ന് കഴിഞ്ഞാൽ അതിമനോഹരമായ, ഇത് പറഞ്ഞറിയിക്കുന്നതിനപ്പുറമാണ് ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാലുള്ള കാഴ്ച അനുഭവം. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി ആകാശപ്പൂമുടി ചൂടി മുകിലാരപ്പെട്ടു ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. പാട്ട് പാടാത്തവരും ഇവിടെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഗായകരാവും. കവിയല്ലാത്തവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കവിത എഴുതി പോവും. അത്രയ്ക്ക് മനോഹരമാണ് പൊന്മുടി. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ എന്ന ഈ യാത്രയിൽ എന്നോടൊപ്പം സഞ്ചരിക്കുന്നതാണ് നമ്മളെ സാരഥി, എഡിറ്റർ, എന്താണ് ഡയറക്ടർ, ഇത് നമ്മളുടെ ക്യാമറ സുനിൽ. എല്ലാവരും ഞങ്ങൾ 4 പേരും കൂടെയാണ് ഈ കേരളം മൊത്തം സഞ്ചരിക്കുന്നത്. അവരെ കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. തിരുവനന്തപുരത്തിന് പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ ഒരു ഹിൽ സ്റ്റേഷനാണ് പൊന്മുടി. ഈ പൊന്മുടിയിൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള എല്ലാ പ്രകൃതി സൗന്ദര്യവും ഞങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നിരുന്നാലും
തിരുവനന്തപുരത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം കൂടിയാണ് പൊന്മുടി. പ്രകൃതിയോട് ചേർന്ന് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് പൊന്മുടി. ഏതായാലും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. പൊന്മുടിയുടെ വിശേഷങ്ങൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച കേരളത്തിൻ്റെ മറ്റൊരു അതിമനോഹരമായ ദൃശ്യ വിസ്മയവുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.